ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിൽ ഇന്ന് മതമൈത്രി സമ്മേളനം നടക്കും. വിക്ടോറിയൻ ഭരണകൂടം ശിവഗിരി മഠത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടിയാണിത്. ഡോക്ടർ ശശി തരൂർ എം പി, ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലേട്ടൻ തുടങ്ങിയവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. 24 വാർത്താ സംഘവും ഈ പ്രതിനിധി സംഘത്തെ അനുഗമിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ദീപക്, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ചരിത്രപരമായ ഒരു സമ്മേളനമാണ് വിക്ടോറിയൻ പാർലമെന്റിൽ ഇന്ന് നടക്കുന്നത്. ഓസ്ട്രേലിയയിലെ മെൽബണിലെ വിക്ടോറിയൻ പാർലമെന്റിന്റെ ചരിത്ര പ്രാധാന്യം നമുക്ക് അറിയുന്നതാണ്. അവിടെ ഇന്ന് വൈകിട്ട് ഓസ്ട്രേലിയൻ സമയം 6 മണിക്കാണ് വിക്ടോറിയൻ പാർലമെന്റിൽ ഈ ലോക മതമൈത്രി സമ്മേളനം നടക്കുന്നത്. ആ മതമൈത്രി സമ്മേളനത്തിന് ഒരു ഇന്ത്യൻ പശ്ചാത്തലവും ഒരു കേരള ടച്ചും ഉണ്ടാകുന്നത് അതിൽ ശിവഗിരി മഠം കൂടി പങ്കാളിയാവുന്നു എന്നുള്ളതാണ്. അത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സന്ദേശം, അത് ഇന്ത്യയുടെ സന്ദേശമാണ്. ആ സന്ദേശം ലോകത്തിന് പകരുന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം പകരുന്ന രീതിയിലേക്ക് മാറുന്നു ഈ മെൽബണിലെ വിക്ടോറിയൻ പാർലമെന്റിലെ ഈ സമ്മേളനം എന്നുള്ളതാണ് ഇതിന്റെ വലിയ ഒരു കേരള പ്രാധാന്യം. മറ്റൊന്ന്, ഇതിൽ ഓസ്ട്രേലിയൻ ഭരണ തലവൻ, അതായത് ഈ വിക്ടോറിയൻ പാർലമെന്റിന്റെ അധിപൻ, മെൽബൺ ഭരണ തലവനായ പ്രീമിയർ, ഇവിടെ ഈ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നുള്ള മുഖ്യമന്ത്രിക്കൊക്കെ പകരം പറയുന്ന പ്രീമിയർ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. പ്രീമിയർ ജസിന്ത ആലൻ പങ്കെടുക്കുന്നു. അതുപോലെ ഇവിടുത്തെ സാംസ്കാരിക മന്ത്രി, അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ മിനിസ്റ്റർ, ഇത്തരത്തിൽ പ്രധാനപ്പെട്ടവരെല്ലാം പങ്കെടുക്കുന്നു. കേരളത്തിൽ നിന്നാണെങ്കിൽ ശശി തരൂർ എം പി, അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ MLA, ഈ 2 ജനപ്രതിനിധികൾ. ഇതുകൂടാതെ ഗോകുലം ഗോപാലൻ ഫ്ലവേഴ്സിന്റെ ചെയർമാനും ഗോകുലം ഗ്രൂപ്പ് ഓഫ് ചെയർമാനും, അതുപോലെ ഈ ഗുരുധർമ്മവേദിയുടെ പ്രസിഡന്റുമായ അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ വിവിധ മതത്തിൽപ്പെട്ട മത നേതാക്കന്മാർ, അത് പന്തക്രോസ്റ്റ്, അതുപോലെ ക്രൈസ്തവ സഭ, ഇങ്ങനെ വിവിധ മത നേതാക്കളും ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ മെൽബണിലാണ്. മെൽബണിൽ നിന്ന് ഞാനും നമ്മുടെ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് KR മനോജും കൂടി ഇപ്പോൾ വിക്ടോറിയൻ പാർലമെന്റിലേക്കുള്ള യാത്രക്കിടയിലാണ് SKN-ഒപ്പം സംഗമിക്കുന്നത്, ചേരുന്നത്. SKN ഒന്ന്, ഓസ്ട്രേലിയയിൽ നമുക്ക് പ്രേക്ഷകരുണ്ട്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചാനലാണ് 24. SKN-ഒക്കെ ചിലർ അന്വേഷിച്ചു. ഇന്നലെ നമ്മൾ അവിടെ ഇറങ്ങി, എയർപോർട്ടിൽ ഇറങ്ങി അർദ്ധരാത്രിയിൽ വരുന്ന വഴിയിലും അന്വേഷിച്ചു. നമുക്കിവിടെ SKN-ഒക്കെ ആരാധകരുടെ ഉണ്ട്. SKN ഏതായാലും വൈകിട്ട് ചരിത്രപരമായ പാർലമെന്റിലെ സമ്മേളനം നടക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. എന്തായാലും അവിടെ എത്തിയത് നന്നായി. വാർത്തകളൊക്കെ അയക്കുക. മാത്രമല്ല, നമ്മുടെ അവിടുത്തെ മെൽബണിലാണ് ഇപ്പോൾ ദീപക് തർമ്മടം ഉള്ളത്. അവിടെയുള്ള മലയാളികൾക്കെല്ലാം നമ്മുടെ അന്വേഷണവും ആശംസയും അറിയിച്ചിരിക്കുക. ഞാൻ ഓസ്ട്രേലിയയിൽ പെർത്തിലൊക്കെ ഒന്ന് പോയായിരുന്നു. മെൽബണിൽ ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.